അപ്പോൾ എല്ലാവർക്കും പ്രാങ്ക് അടിച്ച് അമ്മയെ വെച്ചിട്ടുണ്ട് മാക്സിമം ഡയർ ചലഞ്ച് എൻ്റെ അച്ഛൻ മാക്സിമം ഡയർ ചലഞ്ച് പ്രാങ്ക് ഇടാൻ കേട്ടോ ഒരു പ്രാങ്ക് അച്ഛനും അമ്മയും റൊമാൻസ് ഡയർ ചലഞ്ച് ആൻഡ് പ്രാങ്കഡ് എന്ന് പറഞ്ഞു. നമ്മളതാണ്ട് കൂട്ടിയിട്ടുണ്ട് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി. നാളെ കാണാം കേട്ടാ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് എല്ലാവരും അങ്ങനെ സമയത്താണ് ഞാൻ വീഡിയോ കാണുന്നത്. മറ്റേ റിവ്യൂയുടെ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അമ്മേനെ കാണാനില്ല. അച്ഛൻ കുറേ നേരം ഇവിടെ വന്ന് തോണ്ടി. പിന്നെ അമ്മ ബാത്റൂമിൽ പോയി ശേഷം എന്താ അമ്മ എണീച്ച് നേരെ എന്നെ കണ്ടുകൊണ്ട് നേരെ എണീച്ച് അച്ഛൻ്റെ റൂമിലോട്ട് പോയി ഏട്ടാ. പ്രാങ്ക് ആണ് ഏട്ടാ. ഞാൻ വിചാരിച്ചത് പ്രാങ്ക് ചെയ്താലും ഉടനെ കട്ട റൊമാൻസിങ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട് എൻ്റെ ഇത് ചെയ്യാൻ വിചാരിച്ച് റൊമാൻസിങ് പോലെ അഭിനയിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നതായിട്ട്. റൊമാൻസ് ആണെന്നല്ല, റൊമാൻസിങ് പോലെ അഭിനയിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛനെ അമ്മ നേരെ തോണ്ടി അച്ഛൻ അവിടെ കയറി കിടന്നു കേട്ടോ. എന്നിട്ട് അമ്മയെ തോണ്ടിയിട്ട് അവിടെ കിടക്കാൻ വേണ്ടി കിടന്നു. അമ്മ അവിടെ പോയി കിടന്നു കേട്ടോ. അച്ഛനോടുള്ള ഇഷ്ടമുണ്ടായി കേട്ടോ. നേരെ അവിടെ പോയി കിടക്കുന്നത് ഞാൻ കണ്ടേട്ടാ. അപ്പോഴത്തേക്ക് ഇത് അടച്ച് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇത് അടച്ചിട്ട് കിടന്ന് ഉറങ്ങണമായിരിക്കും കേട്ടോ. നമുക്ക് ഒരു പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ട പൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളവിടെ തുറക്കുമ്പോഴേ നമ്മൾ പ്രാങ്ക് എന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് രാവിലെ കാണാം. അയ്യോ അത് കോമഡിയായിരുന്നു. ഞാൻ അവിടെ പോയി കിടന്നു നമ്മൾ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രാങ്ക് പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെന്താ കഥവ് കുത്തിയിട്ട് അറിയും. എന്നിട്ട് കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വാതിൽ മുട്ടി. കുറച്ച് കഴിഞ്ഞപ്പോഴേ വാതിൽ മുട്ടി. എന്നിട്ടാണ് എന്തിന് അടച്ചത്? അത് കിടക്കട്ടെ വിചാരിച്ച് ഞാൻ അടച്ചത് പറയും. പ്രാങ്കാണെന്നുള്ള കാര്യം പെണ്ണില്ല കേട്ടാ. പ്രാങ്കിനാണെന്നുള്ള കാര്യം പെണ്ണില്ല. എന്നാലും അത് കിടിലൻ പ്രാങ്കായിരുന്നു. ഏസ് അടിപൊളി ആയിരുന്നു കേട്ടാ. പൂട്ടിയിട്ടു ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയൊന്നും പൂട്ടിയിട്ടേന്ന്. പക്ഷെ ഇവരാരും അറിഞ്ഞില്ല ഞാൻ പൂട്ടിയിട്ടുള്ള കാര്യം കേട്ടാ. അമ്മയും അറിഞ്ഞില്ല, അച്ഛനായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞപ്പോഴാണ് അറിയണത് കേട്ടാ. അമ്മയുടെ ഞാൻ മാത്രമേ പറഞ്ഞുള്ളൂ. അച്ഛനടുത്ത് ഞാൻ ഇങ്ങനെ പൂട്ടിയിട്ടേന്ന് എന്തിനു ഇത് ഇങ്ങനെ വന്ന് പൂട്ടിയിട്ടേന്ന് അച്ഛനൊരു സംശയമുണ്ട് കേട്ടാ. ഗൈസ്, അങ്ങനെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് സുഹൃത്തുക്കളെ. നമ്മൾ എങ്ങനെ പ്രത്യേകിച്ചൊന്നും എടുക്കുക. അയ്യോ കില്ല. അപ്പം അത് കില്ലം പ്രാങ്കായിരുന്നു കേട്ടോ. അച്ഛനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കില്ലം പ്രാങ്കായിരുന്നു കേട്ടോ. അച്ഛൻ ഇങ്ങനെ എന്തിനാണ് നീ ഇങ്ങനെ അതിൽ കുത്തിയിട്ട്? അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ
അവൾ തുറന്നിടാന്ന് വിചാരിച്ചു. ഇങ്ങനെ പറഞ്ഞു ചേട്ടാ, ഇങ്ങനെ പറഞ്ഞത് പ്രാങ്ക് ചെയ്യുന്നുള്ള കാര്യമൊന്നും പറഞ്ഞില്ല ചേട്ടാ. പ്രാങ്കിന് വേണ്ടിയിട്ടാണല്ലോ അമ്മയത്ത് ഞാൻ പറഞ്ഞത്. അച്ഛ അറിഞ്ഞില്ല ചേട്ടാ ചെയ്യുന്നു. ഗസ് അപ്പം ഈ വീഡിയോ അതിൻ്റെ പേര് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ അടുത്ത പുതിയ വീഡിയോ